കൊല്ലത്ത് ചെമ്പതാകി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മൂന്നാം തവണ CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത ജനപ്രിയരായ നേതാക്കളുടെ ഓർമ്മകൾ സമ്മേളന വേദിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ, സീതാറാം യെച്ചൂരി, AV റസൽ എന്നിവരെ സമ്മേളനം ഓർക്കുമ്പോൾ ചെന്താരകമായി ധീരരക്തസാക്ഷി പുഷ്പന്റെ ഓർമ്മകളും ജ്വലിച്ചു നിൽക്കുകയാണ്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ഇടതുപക്ഷ സർക്കാർ തുടർഭരണം നേടി അധികാരത്തിൽ തുടരുമ്പോൾ വീണ്ടും ഒരു സംസ്ഥാന സമ്മേളനം. മൂന്നാമതും LDF സർക്കാർ തന്നെ അധികാരത്തിലെത്തണമെന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചകൾ സജീവമാകുമ്പോൾ ഇനി ആര് പാർട്ടിയെ നയിക്കും? അതിനിടയിൽ പല മാധ്യമങ്ങളും സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം പാർട്ടിയുടേതാണ്. ഓർമ്മിപ്പിക്കട്ടെ, വ്യാജ വാർത്തകളെ വിശ്വസിക്കാതിരിക്കുക. കശുവണ്ടി തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കലാകാരന്മാരുടെയും ഈറ്റില്ലമായ കൊല്ലത്ത് അഷ്ടമുടിക്കായലിന്റെ തീരത്ത് ആശ്രാമം മൈതാനിയിൽ ചെങ്കൊടി പാറുമ്പോൾ നമ്മുടെ നാട് എല്ലാ മേഖലയിലും നമ്പർ 1 ആണ്. മുമ്പ് കേരളത്തിൽ വന്നവർ ഇപ്പോൾ വന്നാൽ ഇതേതാണ് നാട് എന്ന് ചോദിക്കും. വലിയൊരു വികസന കുതിപ്പ് തന്നെയാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം തവണയും ഇടതു സർക്കാർ അധികാരത്തിൽ തുടർന്നാൽ കേരളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തും എന്നതിന് രണ്ടു പക്ഷമില്ല. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള കർമ്മ പദ്ധതികൾക്കൊപ്പം നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന വികസന രേഖ പ്രതിനിധി സമ്മേളനത്തിൽ പ്രധാന ചർച്ചയാകും. കേരളത്തെ ലോകരാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് വികസിപ്പിക്കുവാനുള്ള ദൗത്യമാണ് CPIM ഏറ്റെടുത്തിരിക്കുന്നത്. 30 വർഷത്തിനു ശേഷം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ നിരവധി സമര പോരാട്ട ചരിത്രം ജില്ലയ്ക്ക് പറയാനുണ്ട്. നവോത്ഥാന പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും നടത്തിയ ഇടപെടലുകൾ കൊല്ലം ജില്ലയെ വലിയ പുരോഗതിയിലേക്ക് നയിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക വികാസത്തിന് വലിയ സംഭാവനയാണ് കൊല്ലം നൽകിയത്. ഏതായാലും നവകേരളത്തിനുള്ള പുതുവഴികൾ തന്നെയായിരിക്കും സമ്മേളനത്തിൽ കൂടുതൽ ചർച്ചയാകുക. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ ചരിത്രം തന്നെയാകും ഈ സമ്മേളനം സൃഷ്ടിക്കുക. വലതുപക്ഷത്തിന്റെ എല്ലാ നുണക്കോട്ടകളെയും തകർത്തുകൊണ്ടാണ് സർക്കാർ തങ്ങളുടെ വിജയപാത തുടരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ഗെയിൽ പൈപ്പ് ലൈൻ, മലയോര തീരദേശ ഹൈവേ, ദേശീയപാത വികസനം, ഇങ്ങനെ നീളുന്നു സർക്കാരിന്റെ വികസന കുതിപ്പുകൾ. ഭാവി കേരളത്തെ രൂപപ്പെടുത്തുവാനുള്ള സുപ്രധാനമായ പ്രവർത്തനത്തിനായിരിക്കും സമ്മേളനം തുടക്കമിടുക. വികസന പാതയിൽ കേരളം വലിയ മുന്നേറ്റങ്ങൾ നടത്തി മുന്നേറുമ്പോൾ ഏറ്റവും ഒടുവിലെ പൊന്തൂവലായി താമരശ്ശേരി തുരങ്ക പദ്ധതിയും യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യ ചുവടുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തെല്ലും സംശയം വേണ്ട, മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ നമ്മുടെ സംസ്ഥാനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിയിരിക്കും.